എങ്ങടാ പോണ്? ആർക്ക് ബാഗ്? ഏ നിനക്ക് ബാഗ് വാങ്ങണ? എന്തിന്? നിനക്ക് ബാഗില്ലാട്ടാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടാ. ഇതേ ഞങ്ങള് ഇനി സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയും കൂടി ഉള്ളപ്പോഴാണ് ഷോപ്പിങ്ങിന് ഇറങ്ങണേ. അപ്പൊ ഇതാ നല്ല മഴയാണ് കേട്ടാ. മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, മഴക്കാലമായിട്ടുണ്ട്. അപ്പൊ ഇനി മഴ മാറട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പൊ ഇന്ന് തന്നെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. മഴ ചാറുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറി നിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ എടുക്കണ്ടേ? മുണ്ടിട്ടേക്കാതല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ പോണത് കടയിലൊരു പുതിയ കട നമ്മുടെ 3 മുറിയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടേക്കാണ് പോകുന്നത്. അവിടെ ഓഫർ ഉണ്ടാവും. അവിടെ പുതുതായിട്ട് തുടങ്ങിയ കാരണം ഓഫർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോടാലിയിൽ നിന്നും കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ആ കട ഉള്ളത്. അങ്ങനെ നമ്മുടെ കടയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ ബാഗാണ് കേട്ടോ നോക്കുന്നത്. നിന്നൂസിന് മുൻപത്തെ ബാഗ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ 1ാം ക്ലാസ്സിലേക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് നിന്നൂസിനും കൂടി വാങ്ങുന്നുണ്ട്. പിപ്പിക്കുട്ടിക്ക് പിന്നെ എന്തായാലും വാങ്ങണമല്ലോ. അപ്പോൾ 2 ബാഗ് മാറ്റി മാറ്റി കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ പുറത്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ബാഗൊക്കെ നോക്കി 2 പേർക്ക് ഇഷ്ടപ്പെട്ട ബാഗൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതേ നമ്മൾ രണ്ടാമത് നോക്കിയത് ഷൂ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മതിലകം സ്കൂളിലാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അവിടെ ഷൂസും സോക്സൊക്കെ വേണം. പക്ഷെ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഇടിക്കുള്ളൂ. ഇപ്പോൾ സാധാ ചെരുപ്പാണ് ഇടണേന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഷൂ വാങ്ങണമല്ലോ. അപ്പോൾ 2 പേർക്കും വാങ്ങിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പിപ്പിക്കുട്ടിക്ക് സാധാ ചെരുപ്പ് ഉള്ളത് കുഴപ്പമില്ല, അത് മതിയെന്ന് വിചാരിച്ചു. പിന്നെ നിന്നൂസിന് സാധാ ഒരു ചെരുപ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ 2 പേർക്കും ഷൂ ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സോക്സ് സ്കൂളിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചുച്ചുകുട്ടിക്കും എന്താ ഒരു ചെരുപ്പൊക്കെ നോക്കുന്നുണ്ട്. ചുച്ചുകുട്ടിക്ക് അപ്പോൾ എന്താ നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയുള്ളൊരു ചെരുപ്പ് കിട്ടി. പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് നോക്കണമല്ലോ, അത് കാരണം പിന്നെ നമ്മൾ ചെരുപ്പ് വാങ്ങിയില്ല, തിരിച്ചു. ചുച്ചുകുട്ടിക്ക് ഉണ്ട് എന്താ പറയുക, ഷൂ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമുക്ക് വാങ്ങാനുള്ളതെന്ന് പറഞ്ഞാൽ നിന്നൂസിനാണെങ്കിൽ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരൂലേ, അങ്ങനെ വന്നപ്പോൾ പഠിക്കുന്ന ചേട്ടനാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ലഞ്ച് ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചു. അത് കാരണം പിന്നെ നിന്നൂസിന് ലഞ്ച് ബോക്സ് ഒന്നും വാങ്ങിക്കണ്ട. പിന്നെ നമ്മുടെ പിപ്പിക്കുട്ടിക്കാണെങ്കിൽ നെജുമാമി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ. അപ്പോൾ അത് എന്തായാലും കൊണ്ടുപോകണം. പിന്നെ എന്താ പുതിയത് വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ നിന്നൂസിനും മാമി ബോക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം അതും വാങ്ങേണ്ട വന്നില്ല. പിന്നെ ഒരു ടിഫിൻ ബോക്സ് വാങ്ങണമെന്നുണ്ടായിരുന്നു പിപ്പിക്കുട്ടിക്ക്. പക്ഷെ അവിടെ ആണെങ്കിൽ ചെറിയ ടിഫിൻ ബോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ ലഞ്ച് ബോക്സ് പോലത്തെ വലുതായിരുന്നു കേട്ടോ. കുറേ നോക്കി, അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പിപ്പിക്കുട്ടിക്കാണെങ്കിൽ ബോക്സ് വാങ്ങിച്ചു. ബോക്സിൻ്റെ ഒന്നും ആവശ്യമില്ല, നിന്നൂസ് LKGയിലായിരുന്നു. അപ്പോൾ ബോക്സ് വാങ്ങിച്ചിട്ട് അവൾ കൊണ്ടുപോയൊന്നുമില്ല. ഒരു പെൻസിൽ ബാഗിലിട്ട് കൊണ്ടുപോകും, അങ്ങനെ ഇരുന്നു കേട്ടോ. ബോക്സ് കൊണ്ടുപോയാൽ തന്നെ
എന്താ പറയുക, കൊണ്ട് കളഞ്ഞിട്ട് വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കാരണം നമ്മൾ പിപ്പിക്കുട്ടിക്ക് ബോക്സ് വാങ്ങണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവരിത് ഈ ബോക്സൊക്കെ കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബോക്സ് വാങ്ങിച്ചു. പിന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഫാൻസി ഐറ്റംസ്, മുടിയുണ്ട, ഹെയർ ബാൻഡ്, അതൊക്കെ നോക്കിയിട്ടാ. അപ്പോൾ ഹെയർ ബാൻഡ് ഞാനിങ്ങനെ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബാൻഡ് കണ്ടുട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതൊരു അഞ്ചെണ്ണം വാങ്ങിച്ചു, 2 പേർക്കും വേണമല്ലോ. അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ മുടിയുണ്ട ബ്ലാക്ക് വാങ്ങിച്ചു, പിന്നെ മാല വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പിന്നെന്താ, ഓരോരുത്തരും ഇങ്ങനെ ഇത് ഉമ്മച്ചി അത് ഉമ്മച്ചി എന്ന് പറഞ്ഞ് ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ, കഴിച്ചേനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ നിന്നൂസിനൊക്കെ നമ്മൾ എന്താ സ്വർണ്ണക്കമ്മൽ പോലത്തെ ഫാൻസി കമ്മലാണ് ഇട്ട് കൊടുക്കാറ്. കാരണം ഇവരെപ്പോഴും സ്വർണ്ണക്കമ്മലിൻ്റെ അടി കൊണ്ട് കളയലാണ്. അങ്ങനെ 2-3 പ്രാവശ്യം പോയിട്ടുള്ള കാരണം ഞാൻ പിന്നെ അങ്ങനത്തെ ചെറിയ മോഡൽ നോക്കിയിട്ട് കമ്മൽ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ദേ പിപ്പിക്കുട്ടിക്കും അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ 2 പേർക്കും ഞാൻ കമ്മൽ നോക്കി. അപ്പോൾ കുഴപ്പമില്ലാത്ത 2 കമ്മൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെന്താ വാങ്ങിച്ചേ, അപ്പോൾ കമ്മൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയിൽ മോതിരം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടീസിന് 3 ആൾക്കും മോതിരം വേണം. ചുച്ചുകുട്ടിക്ക് അങ്ങനെ പറയുന്നില്ല, നിന്നൂസിനും പിപ്പിക്കുട്ടിക്കാണ് കേട്ടോ. നിന്നു എന്ത് പറയണേ അതേപോലെ തന്നെ നമ്മുടെ പിപ്പിക്കുട്ടിക്കും കിട്ടണം. അങ്ങനെ മോതിരം അവർ തന്നെ സെലക്ട് ചെയ്ത്, ഞാൻ അപ്പോഴത്തേനും ഇങ്ങോട്ട് നീങ്ങി പോയിട്ടാ. അങ്ങനെ മോതിരമൊക്കെ ആ ചേച്ചിനെ കൊണ്ട് ഇന്നത് എടുപ്പിച്ച് അവർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ അങ്ങനെ പിന്നെ കുടയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ട്, അത് കാരണം നമ്മൾ വാങ്ങിച്ചില്ല. അപ്പോൾ ബാഗാണ് മെയിനായിട്ട് വാങ്ങിച്ചത്. പിന്നെ നിന്നൂസിന് ബുക്കിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒരു 9 നോട്ട്ബുക്ക് വാങ്ങിച്ചു. പിന്നെ അത് ചട്ടിടാനും പേപ്പറും നെയിം സ്ലിപ്പൊക്കെ വാങ്ങിച്ചു കേട്ടോ. അത് മറന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ബില്ലടിക്കാൻ നേരത്താണ് ഓർമ്മ വന്നത്. അപ്പോൾ വേഗം പോയിട്ട് എന്താ ബുക്ക് ചട്ടിടുന്ന സംഭവം പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല, മഴ ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ബില്ലൊക്കെ അടിച്ചു. കടയിലാണെങ്കിൽ ആരും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ബില്ലടിക്കാൻ നിന്നപ്പോഴാണ് 2 പേര് വന്നിട്ടുണ്ടായിരുന്നത്. പുതിയ കട ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ കടയിലത്തെ ഓണറാണെങ്കിൽ എന്താ മാഷായിരുന്നു, റിട്ടയർഡ് ആയതാണ്. എന്നിട്ടിപ്പോൾ കട ഇട്ടേക്കാണെന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ആൾ നല്ല ഡിസ്കൗണ്ടൊക്കെ തന്നു, കുറച്ച് തന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളവിടെ ഇറങ്ങി. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഡെയിലി വെയേഴ്സിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു. അവിടെയും ഇങ്ങനെ എന്താ പറയുക, വീട്ടിലിടുന്ന പാൻറ്റ് ബനിയൻ കുട്ടികളുടെ അത് മുകളിലത്തെ സെക്ഷനാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതേ മുകളിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇവർ എവിടുന്ന് കൊണ്ടുവരുന്നതാണ്, കിലോ കണക്കിനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഓരോ ചാക്കിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചേക്കായിരുന്നു കേട്ടോ ഓരോന്നും. അപ്പോൾ അതിൽ നിന്ന് നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കണം. അവിടുത്തെ സ്റ്റാഫും ഞങ്ങൾക്ക് തിരഞ്ഞ് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രൗസറിനൊക്കെ 20 രൂപ, കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു 20 രൂപയ്ക്ക് ട്രൗസറുകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുട്ടീസിന് വീട്ടിലിടാനായിട്ട് വേണമല്ലോ, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വാങ്ങിച്ചു. ഈ ഒരു സെറ്റിന് 130 140 അങ്ങനെ ഉണ്ട് കേട്ടോ, എന്താ സൈസ് അനുസരിച്ച്. പിന്നെ ട്രൗസറിന് 20, പാൻറ്റിന് എന്താ 30 40 അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പാൻറ്റും പിന്നെ സെറ്റായിട്ട് വരുന്നതും പിന്നെ ട്രൗസറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടീസിന് സ്കൂളിലേക്ക് പോകുമ്പോൾ പാൻറ്റീസിനേലും നല്ലത് ട്രൗസറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ട്രൗസേഴ്സാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അങ്ങനത്തെ ട്രൗസറുകൾ ഞാൻ വാങ്ങിച്ചു. പിന്നെ കുറേ അവർ സ്വയമായിട്ട് എടുത്ത് നോക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പാൻറ്റ് ഇത് ഉമ്മച്ചി അത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ഞാൻ ആകെ വയ്യാണ്ടായി ഗൈസ്. അങ്ങനെ പിന്നെ വേഗം നമ്മൾ എന്താ പറയുക, ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്നുള്ള ഇതായി. പിന്നെ അവിടെ ഷെമ്മീസ് ഉണ്ടായിരുന്നില്ല. ഷെമ്മീസ് എന്ന് വെച്ചാൽ അടിയുടുപ്പ്, യൂണിഫോമിന് അടിയിലിടാനായിട്ട് അടിയുടുപ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പിന്നൊരു ദിവസം വേറെ എവിടെയെങ്കിലും കോടാലിയിൽ പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നല്ലതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ താഴത്തേക്ക് വന്നത് ബില്ലൊക്കെ അടിച്ചു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അവിടെ ആണെങ്കിൽ ഓട്ടോ സ്റ്റാൻഡൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ ഓട്ടോ വിളിക്കുന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഞങ്ങൾ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നപ്പോൾ കടയിലത്തെ ചേട്ടൻ ഞങ്ങൾ വേഗം അകത്തേക്ക് കൊണ്ടിരുത്തി തന്നു കേട്ടോ. എന്നിട്ട് ഓട്ടോ ഒക്കെ വിളിച്ചു തന്നു. അങ്ങനത്തെ ഓട്ടോയിൽ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടീസിനാണെങ്കിൽ മിഠായി ഒന്നും വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് ഓട്ടോയിലിരുന്ന് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീടെത്തട്ടെ, വീടിൻ്റെ അവിടെയുള്ള കടയിൽ നിന്ന് മിഠായി ലേസൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ എത്തിയപ്പോൾ എന്താ പറയുക, കടയിൽ നിന്ന് ഉമ്മച്ചി ഉണ്ണീനും ചുച്ചുകുട്ടീനും സാധനങ്ങൾ കൊണ്ട് മുന്നേ പോയി വീട്ടിലേക്ക്. അപ്പോഴത്തേനും നല്ലൊരു മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കടയിൽ നിന്ന് ഇറങ്ങിയതും കുറച്ച് എത്തിയപ്പോഴത്തേനും നല്ല മഴ പെയ്തു ഗൈസ്. കുട്ടീസിൻ്റെ കയ്യിലാണെങ്കിൽ കുട ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചിയും ചുച്ചുകുട്ടിയും ആദ്യം വീട്ടിലെത്തി, മഴയ്ക്ക് മുന്നേ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ കൊണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഷാളൊക്കെ ഇട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറി ചാറി നിൽക്കുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോഴത്തേനും പിന്നെ നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഷോപ്പിംഗ് വീഡിയോസ്. ഇനി എന്തൊക്കെ വാങ്ങിച്ചു എന്ന് ഞാൻ ഇനി വീട്ടിലെത്തിയിട്ട് കാട്ടിത്തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ. ഇതാരുടെ ബാഗാ? ഇതാരുടെ ബാഗാ? ഓക്കെ. ചുച്ചിനെന്നിട്ട് കയ്യില്. അപ്പൊ നിന്നെ കഴിഞ്ഞ വർഷത്തെ ബാഗ് ഉണ്ടായിരുന്നു. എന്നാലും ഇനി 1ാം ക്ലാസ്സിലേക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് നിന്നെ പുതിയ ബാഗ് വാങ്ങിച്ചതാണ് കേട്ടാ. കുഞ്ഞു ബാഗാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഒതുക്കുള്ള ബാഗാണ്. കളർ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ചെളിയൊക്കെ ആയ ഞാൻ പെട്ടെന്ന് അറിയട്ടാ. എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ തന്നെ എന്തൊക്കെയോ വരയും കുത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, കൺമിഷൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബ്ലൂ കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എനിക്ക് ആ കളർ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ ഈ കളർ അപ്പൊ അവൾക്കും ഈ കളർ മതി എന്ന് പറഞ്ഞു. നമ്മുടെ പിപ്പിക്കുട്ടിയുടെ ബാഗ് ഇതാണ് കേട്ടാ. ഇത് കുഞ്ഞൊരു ബാഗാണ്, 600 ബാഗിന്റെ. അപ്പൊ ഈ സ്കൂബിഡേന് മാത്രമേ ഉള്ളൂ ഈ ഒരു ഗിഫ്റ്റ്. പക്ഷെ നിന്നും കൂടിയ കടയിലത്തെ ചേട്ടൻ തന്നു, രണ്ടെണ്ണം തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ കറിപ്പാത്രം, പിന്നെ പിപ്പിക്കുട്ടിക്ക് ടിഫിൻ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും വാങ്ങിച്ചില്ല. അത് എന്താ പറയാ, നെജിമാമിയ വന്നപ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുള്ള കാരണം നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ ഒരു ബോക്സ് വാങ്ങിച്ചു. പിന്നെ പിപ്പിക്കുട്ടി എന്താണ് ഈ കാണിക്കണ ഊരിയ ഡ്രസ് അയ്യേ. പിന്നെ നിന്നോസിന് വാട്ടർ ബോട്ടിലും. ഇത് ഇവിടെ ഒരാള് വന്നപ്പോ വാങ്ങിച്ചതാ. ഇങ്ങനെ പഠിക്കണവരിങ്ങനെ വിൽക്കാൻ വരൂലേ, അവര് വന്നപ്പോ വാങ്ങിച്ചതാണ്. അപ്പൊ 300 എത്രയായിരുന്നു ഇതിന്റെ പ്രൈസ്. പക്ഷെ ഇങ്ങനെയാണ് സംഭവം. ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുന്നില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വാട്ടർ ബോട്ടിലുണ്ട്. കുട്ടിക്ക് അത് കാരണം വാങ്ങിച്ചില്ല കേട്ടാ. നിന്നോന് കൊണ്ടുപോകാനുണ്ടത്. അതവിടെ വഴിയമ്പലത്തുണ്ട്. പിന്നെ സോക്സ് അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഷൂ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാൾക്കും ഷൂ വാങ്ങിച്ചു. മഴക്കാലം വരെ നമ്മുടെ സാധാ ചെരുപ്പ്, മഴക്കാലം കഴിയണ വരെ നമ്മുടെ സാധാ ചെരുപ്പ് തന്നെയാണ് ഇടണേന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പിപ്പിക്കുട്ടിക്ക് ബുക്കൊക്കെ അവിടെ നിന്ന് കിട്ടും, അതന്നെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഹെയർ ബാൻഡ് പല പല കളറില്, അധികം ഉറപ്പില്ലാത്തതാണ്. സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ കുറെ നാള് ഉപയോഗിക്കാം. പിന്നെ വള വാങ്ങിച്ചു. പിന്നെ ബുക്ക് ചട്ടിടുന്നത് ഞാനിങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ വാങ്ങിച്ചു. വാങ്ങിച്ചു. പിന്നെ നെയിം സ്ലിപ്പ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പേര് മാത്രമുള്ള സംഭവം വാങ്ങിച്ചു. പിന്നെ ബുക്കുകള്, നിന്നോന് കുറെ ബുക്ക് ഉണ്ട് ഈ പ്രാവശ്യം.
ബുക്കിന്റെ ലിസ്റ്റ് ടീച്ചർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് ഫുള്ള് നിന്നുവിന്റെ ബുക്കാണ്. 2 ലൈനും 4 ലൈനും സിംഗിൾ ലൈനും അങ്ങനെ 10 ബുക്ക് ഉണ്ട് കേട്ടോ. 9 ബുക്ക് വാങ്ങിച്ചിട്ടുള്ളൂ. ഒരെണ്ണം നമുക്ക് കിട്ടിയില്ല. പിന്നെ നമുക്ക് ടീച്ചറോട് ചോദിച്ചിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചു. പെൻസിലൊക്കെ കൊറേ കിട്ടിയതുണ്ട് കേട്ടാ. മാമി വരുമ്പോഴും അങ്ങനെ. പിന്നെ നിന്നോനും ബോക്സും മാമി വന്നപ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ നിന്നോന് ടിഫിനൊന്നും കൊണ്ടുപോണ്ടെന്ന് തോന്നുന്നു. ടിഫിന് ലഞ്ചൊക്കെ കൊണ്ടുപോകേണ്ടത്. ചോറ് അവിടെ നിന്ന് കിട്ടും, പക്ഷെ അവൾക്ക് കൊണ്ടുപോകണം പറയുന്നു. ഇത് ബാഗിനുള്ളിൽ ഫ്രീ ഉണ്ടായിരുന്നതാണ് കേട്ടാ. പിന്നെ പിപ്പിക്ക് ബോക്സ് ഒന്നും വേണ്ട, എന്നാലും അവൾക്ക് ബോക്സ് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അത് പോയിക്കോട്ടെ, അത് കാണാൻ പറ്റും. ബോക്സ് സാധാ ഒരു ബോക്സ്. പിന്നെ കൊടൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ട്, അതാണ് പിന്നെ കൊട ഒന്നും വാങ്ങിച്ചില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മള് വാങ്ങിച്ച സാധനങ്ങള്. പിന്നെ ബാക്കി അവിടെ ഇക്കാടെ വീട്ടിലാണ് കേട്ടാ. ടിഫിൻ ബോക്സ് ഒക്കെ കൊണ്ടുവന്നു പറഞ്ഞത് ഇക്കാടെ വീട്ടിലാണ്. അപ്പൊ നമ്മള് എന്റെ വീട്ടിലാണല്ലോ, അടുത്ത ആഴ്ച പോണം വീട്ടിലേക്ക്. അപ്പൊ അത്രയുള്ള വിശേഷങ്ങൾ. അപ്പൊ ഞങ്ങളുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ നിങ്ങളുടെയും കഴിഞ്ഞാന്നൊക്കെ കമന്റ് ചെയ്യട്ടാ. സ്കൂൾ തുറക്കാനായി ഒരാഴ്ച കൂടി ഉള്ളൂ. നമ്മുടെ ചുച്ചുകുട്ടിക്ക് ഒന്നും വാങ്ങിച്ചില്ല, അതിന്റെ സങ്കടത്തിൽ. ചുച്ചുനെ ഉടുപ്പ് വരൂലൊക്കെ. ചുച്ചുന് ബേഗും ഒന്നും വാങ്ങിക്കാത്തതിന്റെ സങ്കടത്തിലാണ് കേട്ടാ. നിന്നൂന് ബേഗ് വാങ്ങിച്ചു, ചുച്ചുന് അംഗനവാടി പോകുമ്പോ ബേഗ് വാങ്ങിക്കണ്ടേ. ചുച്ചുന് ഈ ജൂലൈ 20-ാം തീയതി 3 വയസ്സാവും. അപ്പൊ ജൂണിലല്ലേ പ്രവേശനോത്സവം. പിന്നെ വിദേശ നവംബറിൽ ഉണ്ടാവില്ല അംഗനവാടിയിലെ പ്രവേശനോത്സവം. അപ്പൊ അങ്ങനെ നവംബറിൽ ചേർത്താന്ന് വിചാരിച്ചപ്പോഴത്തേന് എന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നവംബറിൽ ചേർത്താന്നാണ് വിചാരിച്ചേക്കുന്നത്. പിന്നെ അങ്ങനെ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞങ്ങളുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.